രാവിലെ ഞാൻ ഉറക്കം എണീക്കുന്നത് തന്നെ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തോ കുറച്ച് നാളായിട്ട് എൻ്റെ സമയം അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു. എന്ത് തൊട്ടാലും ഏത് തൊട്ടാലും എല്ലാം നെഗറ്റീവായിട്ടേ വരുന്നുള്ളൂ. ചിലർ പറയും നമ്മുടെ സമയദോഷമാണെന്നൊക്കെ പറയും കേട്ടോ. ചിലപ്പോൾ ആയിരിക്കാം, സമയദോഷമായിരിക്കും. എന്തായാലും നമുക്ക് സമയദോഷമെന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. നമുക്ക് രാവിലെ തന്നെ ദോശ ചുട്ടെടുക്കാം ചൂടോടെ. സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടാൻ ഞാൻ ചെയ്യാറുള്ളത് തലേക്കും ദിവസം തന്നെ ഒരു 6 മണിക്കൂറെങ്കിലും പച്ചരി ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടേക്കും. 6 എന്നുള്ളത് 8 മണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ആവശ്യത്തിന് ചോറും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പിറ്റേ ദിവസം ഇത് പുളിപ്പിക്കാൻ വെക്കണം. എന്നിട്ട് രാവിലെ എണീച്ച് പാത്രം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ദോശ നല്ല പെർഫെക്റ്റ് ആയിരിക്കണമെന്ന്. ഇന്ന് ഞാൻ ദോശയിലൂടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിക്കറി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പല ദിവസങ്ങളിൽ ഞാൻ ദോശ ഇഡ്ഡലി ഉണ്ടാക്കിയാലും മിക്കപ്പോഴും അതിൻ്റെ കറി എന്ന് പറയുന്നത് സാമ്പാറോ കടലക്കറിയോ ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചു കേട്ടോ. മാറ്റി പിടിക്കാൻ കാരണം പച്ചക്കറി മേടിക്കാനായിട്ട് ഞാൻ കടയിലോട്ട് പോയില്ല. പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ചമ്മന്തിക്കറിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ചമ്മന്തി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലാണെങ്കിൽ ധാരാളം തേങ്ങ കിടപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ചമ്മന്തിയാക്കി. പിന്നെ രാവിലെ നമുക്കൊരു ചായ കൂടി പതിവാണല്ലോ. ഞാൻ എനിക്കും അമ്മയ്ക്കും മോക്കും 3 കപ്പിലായിട്ട് ചായ ഒഴിച്ച് വെച്ചു കേട്ടോ. നമ്മൾ രണ്ടുപേരും നമ്മുടെ ചായ ആദ്യമേ അങ്ങ് അകത്താക്കി. മോള് പയ്യെ എണീക്കുള്ളൂ. ആ സമയമാകുമ്പോഴത്തേക്ക് അവളെ ചായ തണുത്തിരിക്കും. അപ്പം അവൾക്ക് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ആറ്റാനും ഊതാനൊക്കെ നിൽക്കണം. പിന്നെ മോക്കാണെങ്കിൽ നമ്മൾ പശുവിൻ്റെ പാലാണ് കേട്ടോ കൊടുക്കുന്നത് കാച്ചി കുടിക്കാനായിട്ട്. നമ്മൾ പാൽപ്പൊടിയുടെ എടുക്കും. പിന്നെ ഞാൻ സമയം കൊണ്ട് ചമ്മന്തിക്കറിയാക്കി. നല്ല ചമ്മന്തിയായിരുന്നു കേട്ടോ. വെറുതെ ഞാൻ പൊക്കി പറഞ്ഞതൊന്നുമല്ല, നല്ല ചമ്മന്തിയായിരുന്നു. പിന്നെ മോക്ക് ലഞ്ച് ബോക്സിൽ ഉച്ചയ്ക്ക് ഓക്കേ.